സ്മിത ടീച്ചർ. നമ്മളൊരു ഇൻസ്പയർഡ് ടീച്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് ഒരു പെയ്ഡ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇന്നത്തെ കാര്യം. പെയ്ഡ് വീഡിയോ അതൊക്കെ അവര് റെക്കമെൻഡ് ചെയ്ത് അനുസരിച്ച് ഇട്ടതാണ്. അപ്പൊ ആ പെയ്ഡ് വീഡിയോ ചെയ്തതിനു ശേഷം നമ്മൾ വിളിച്ചു ചാനലിലേക്ക് കൂടെ ഒരു വീഡിയോ എടുക്കാണ്. എന്റെ കൈയൊക്കെ അടിച്ച് പൊട്ടിച്ചു. നിങ്ങൾ കണ്ടോ? ഈ ടീച്ചർ ആണെങ്കിൽ പറയുമ്പോൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അടിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് പിന്നെ ചെയ്തതാണ്. അപ്പൊ നമ്മുടെ നമ്മള് അങ്ങനെ പെയ്ഡ് വീഡിയോയിൽ നിൽക്കണം കേട്ടോ. അതാണ് യൂണിഫോമിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് നിങ്ങളുടെ സ്റ്റോറീസിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോ ചെയ്ത് വാങ്ങാവുന്നതാണ്. കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് തരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ക്ലാസ് റൂം പണിഷ്മെന്റ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ക്ലാസ് റൂം പണിഷ്മെന്റ്സും ക്യാനിങ് പണിഷ്മെന്റ്സും പിഞ്ചിങ് പുള്ളിങ് അങ്ങനെയുള്ള പണിഷ്മെന്റ്സ് എല്ലാം ചെയ്യുന്നതാണ്. ന്യൂ ഡൗൺ പണിഷ്മെന്റ് ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പണിഷ്മെന്റ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിന് ഓർഡേഴ്സ് തരാനുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ബന്ധപ്പെടാം. നല്ല ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പെയ്ഡ് വീഡിയോസ് ചെയ്ത് തരുന്നതായിരിക്കും. സ്ട്രെറ്റ് വീഡിയോസ് ആണ് സാധാരണ പെയ്ഡായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടില ബാക്ക് ഹാൻഡ് പണിഷ്മെന്റ് ചലഞ്ച് തന്നെയാണ്. ആദ്യം തന്നെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ടിങ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലായ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ്, Idiot Siblings 6.0, Idiot Siblings Only, സ്റ്റൈലിംഗ് സ്റ്റോറീസ്, ടീച്ചർ സ്റ്റോറീസ്, ഇതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാണാം. Idiot Siblings Vlogs പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചാനൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്മിത ടീച്ചർ നമ്മുടെ മാത്സ് ടീച്ചറാണ്. മാത്സ് ടീച്ചറിന്റെ സ്ട്രിക്ട്നെസ് എങ്ങനെയാണോ നോക്കാം. വെസ്റ്റന്റെ +2 യൂണിഫോം ഞാൻ ഇപ്പോഴും വിടും പോയിട്ട്. ഗുഡ് മോർണിംഗ് മാം. എന്താണ് ഇത്ര താമസം? ഗുഡ് മോർണിംഗ് പറയാം. എന്താ കാണാത്തെ? ഇതൊക്കെ എന്തോന്നാടോ? സ്കൂളിൽ വരുന്നത് ഇങ്ങനെയൊക്കെയാണോ? ഒരുങ്ങി കെട്ടി മുടിയും കുറെ ഫ്രണ്ടിലിട്ടു. പഠിക്കാനാണോടോ വരുന്നേ? ഒതുക്കി വെക്കണോ? അവിടെ ഇരിക്കും. ചോക്ക് എവിടെ? അത് എടുത്തു വെക്കണമെന്ന് അറിയില്ലേ എനിക്ക്? പോയിട്ടില്ല. നീ ഇവിടെ എഴുതാനായാലും വേറെ ആരെങ്കിലും വരുമോ? എന്താണോ ഇത്? താൻ ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ടോ മാത്സിൽ? തിരിക്കുന്നോ? മാത്സിന്റെ സ്പെല്ലിംഗ് ഇതാണോ? തന്നെ ആരോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നേ? രശ്മി ടീച്ചർ. ഞാൻ രശ്മിയെ കാണട്ടെ. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എനിക്കറിയാം. ഇതാണ് മാത്സിന്റെ സ്പെല്ലിംഗ്. ടീച്ചർ കണ്ണല്ലേ ടീച്ചർ? ഇങ്ങോട്ട് പറയാം. ടീച്ചർ കേട്ടോ? ഓക്കെ. 7 + 5 എത്രയാണ്? അതെങ്ങനെ? 7 + 5 12 ആണ്. 12 ആണ്. 12 ആണ്. ഇവിടെ എഴുതും. മാറ്റി ഇവിടെ മായ്ക്കണം. ഇവിടെ എഴുതും. ഇവിടെ 9, ഇവിടെ 2. 12 ഇവിടെ 1 എഴുതല്ലേ? അവിടെ ബാലൻസ് ഇട്ടാ പോലെ. ഇവിടെ ഇത് ചെയ്യണോ? മായ്ക്കണോ? 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 ഇവിടെ 1 ഇടും. 3 + 1 4. ഇത് കൂടെ കൂടുമ്പോ 6. 5 ഇടോ? 5 എഴുതോ? 3 + 2 5. എഴുതോ? ഇവിടെ 2 വരട്ടെ. രാവിലെ കെട്ടിയതിന് ഒന്നും ഒറ്റ വക പഠിക്കത്തില്ല. അവിടെ
ഗുഡ് ഗേൾ. ഓ ഇവിടെ 3 അല്ലേ ആയിരുന്നു, ഇത് തെറ്റിച്ചോ? ഇത്ര ഈസിയുള്ള കണക്ക് തെറ്റിച്ചോ കളയാൻ? മനസ്സിലാവുന്നത് ഈസിയുള്ള കണക്കായിരുന്നു ഇത്. ഈസിയുള്ള കണക്കായിരുന്നോ തന്നെ? തെറ്റിക്കോ? തെറ്റിക്കോ? പോയിരിക്കും അവിടെ. ഇവിടെ 3 ആണ് വരുന്നത് കേട്ടോ. ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് കറക്റ്റ് ചെയ്ത് എഴുതുകൂടായിരുന്നോ? മൈനസ് ആണ് ചെയ്യും. അതെടുക്കും, സ്റ്റോപ്പ് എടുക്കും. മൈനസ് ആണ്. പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ അത് തെറ്റിക്കും. മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്ലസ് ചെയ്ത് വെക്കും. എവിടെ നിന്നാണോ വന്നത് രാവിലെ? -4. തനിക്ക് തന്റെ കയ്യില് ഒരു 4 മുട്ടായി ഉണ്ടായിരുന്നു. നോക്കണം, 4 മുട്ടായി ഉണ്ടായിരുന്നു. അത് താൻ ആർക്കും കൊടുത്തില്ല. എനിക്ക് തന്റെ എത്ര മുട്ടായി കാണും? അതിനെ 0 എന്നിരിക്കുന്ന എന്തിനാ? 4 വരുമല്ലോ. തന്നെ കൊണ്ട് എഴുതണോ? 4 - 0 4 0 എഴുതി വെച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു 4 2 - 1 തന്റെ ഒരു 2 മിഠായി ഉണ്ടായിരുന്നു. അതിലൊരു മിഠായി താൻ എനിക്ക് തന്നു. പിന്നെ തന്റെ കയ്യിൽ എത്ര മിഠായി ഉണ്ട്? തന്റെ 2 മിഠായി ഉണ്ടായിരുന്നു. അതിലൊന്ന് താൻ എനിക്ക് തന്നു. പിന്നെ തന്റെ എത്ര മിഠായി ഉണ്ട്? നിന്റെ 2 മിഠായി ഉണ്ട് മൊത്തം. അതിൽ ഒരു മിഠായി താൻ എനിക്ക് തന്നു. അപ്പൊ തന്റെ എത്ര മിഠായി ഉണ്ട്? ഇനി 3 മിഠായി പറഞ്ഞത്. കുട്ടി 2 മിഠായി തന്റെ കയ്യിലുണ്ട്. തന്റെ തലയിൽ ബുദ്ധി തന്നെയാ അതോ ചെടിമണ്ണ് വല്ലതും ആണോ? തന്റെ അച്ഛൻ രാവിലെ വന്നപ്പോ 2 മിഠായി തനിക്ക് വാങ്ങിച്ചു തന്നു. അതിന് താൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും തന്നു. പിന്നെ തന്റെ എത്ര മിഠായി ഉണ്ട്? അച്ഛൻ മുട്ടായി തരില്ല. കുട്ടി, ഞാൻ കുട്ടിയുടെ ചോദിക്കുന്ന മനസ്സിലായോ? സങ്കല്പിക്കടോ, സങ്കല്പിക്കൂ. തന്റെ വീട്ടിലെ വെച്ചവഴിക്കൊരു കടയുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് തന്റെ അച്ഛൻ ബൈക്ക് നിർത്തി തനിക്ക് 2 മിഠായി വാങ്ങിച്ചു തന്നു. അതിൽ ഒരു മിഠായി താൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നു. അപ്പോൾ തന്റെ ബാലൻസ് എത്ര മിഠായി ഉണ്ട്? അച്ഛൻ 2 വാങ്ങിച്ചു. അതെ, അപ്പൊ 1 ഉണ്ട്. അതാണ്. ആലോചിക്കാനിരിക്കുന്നു. 4 - 2 എത്രയാടോ? 3. അതെങ്ങനെയാടോ 4 - 2 3 ആവുന്നേ? തന്റെ കയ്യിൽ 4 പെൻസിലുണ്ട്. അതിൽ നിന്ന് 2 പെൻസിൽ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുത്തു. ബാലൻസ് തന്റെ എത്ര പെൻസിലുണ്ട്? ഞാൻ ആർക്കും കൊടുക്കില്ല ടീച്ചർ. താൻ കൊടുക്കണം. താൻ കൊടുക്കില്ലേ? അതെന്താ? ഇല്ലാത്ത ഒരാൾക്ക് താൻ കൊടുക്കില്ലേടോ? ഇല്ലാത്ത ഒരാൾക്ക് 4 പെൻസിൽ കുട്ടിയുടെ കയ്യിലുണ്ട്. അതിൽ 2 പെൻസിൽ അപ്പുറത്തില്ലാത്ത കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ ബാലൻസ് തന്റെ എത്ര പെൻസിലുണ്ട്? അതാണ് എന്റെ ചോദ്യം. ഒന്ന് ഞാൻ ഒളിപ്പിച്ച് വെക്കും എപ്പോഴും. അപ്പൊ എന്തിനാണ് ഒളിപ്പിച്ച് വെക്കുന്നേ? വേറെ ആരെങ്കിലും കിട്ടാതിരിക്കാൻ. കുട്ടിയത് പറയൂ. 4 പെൻസിലുള്ള താൻ 2 അപ്പുറത്തെ കുട്ടിക്ക് കൊടുത്തു. ബാലൻസ് തന്റെ എത്ര പെൻസിലുണ്ട്? 1. ടീച്ചർ ഒരെണ്ണം ഞാൻ എപ്പോഴും ഒളിപ്പിച്ച് വെക്കും ടീച്ചർ. അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നാ എനിക്ക് അറിയണ്ടേ? ആ ഒളിപ്പിച്ച് വെച്ചതും കൂട്ടി എത്ര പെൻസിൽ തന്റെ ഉണ്ട്? 2 3 3 ഉണ്ടോ? 4 പെൻസിൽ കുട്ടി മനസ്സിലാക്കും. 4 പെൻസിൽ കുട്ടിയുടെ കയ്യിലുണ്ട്. അതില് 1 എനിക്കും തന്ന് 1 ഈ കുട്ടിക്കും കൊടുത്തു. അപ്പൊ ബാക്കി എത്ര എണ്ണം തന്റെ ഉണ്ട്? ഒളിപ്പിച്ച് വെച്ചത് കൂട്ടും.
ഞാൻ ചോദിച്ചത്. 83 ടീച്ചർ. കുട്ടി 8 - 3 8ന്ന് 3 കുറച്ച്, അതായത് തനിക്ക് 8 പല്ലുണ്ട്, അതിന്ന് 3 എനിക്ക് 32 പല്ലുണ്ട്. തനിക്ക് ഈ ബുദ്ധി പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചൂടെ കുട്ടി? ടീച്ചർ എനിക്ക് മാത്സ് ഇഷ്ടമല്ല ടീച്ചർ. എന്റെ കയ്യിൽ 8 വള ഉണ്ടെന്ന് വിചാരിച്ചോ? 8 പല്ല് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും 32 പല്ലുണ്ടെന്ന്. ഇന്റെയൊക്കെ ബുദ്ധി പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയനെ. തനിക്ക് തന്റെ കയ്യിൽ 8 കുപ്പിവളയുണ്ട്, അതില് 3 കുപ്പിവള തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് ഊരി കൊടുത്ത് അവിടെ ഞാൻ കൊടുക്കില്ല ടീച്ചർ. നീ കൊടുത്തൊന്ന് വിചാരിക്കു കുട്ടി. ടീച്ചർ എനിക്ക് എന്റെ സാധനങ്ങൾ വേറെ ആരും തൊടുന്നത് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? 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 അപ്പൊ 8 വളയില് 3 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയല്ലേടോ താൻ പഠിക്കുന്നേ? എത്രയല്ലേ പഠിക്കുന്നത്? വിരൽ വെച്ചാണ് അങ്ങനെ മൈനസ് ചെയ്യുന്നത്. മനക്കണ്ണെടുത്ത് നോക്കിയേ, മനക്കണക്കെടുത്ത് നോക്കിയേ, അതെവിടെ ഇരിക്കും ടീച്ചർ? മനസ്സിലിങ്ങനെ കൂട്ടി നോക്കിയേ. 8ന്ന് 3 പോയ എത്രയാണെന്ന്? 5. എന്താ? 5. എഴുതവിടെ, എഴുതടോ. ഇപ്പൊ താൻ ആദ്യം എഴുതിയത് 11,840, രണ്ടാമത് കിട്ടിയത് ആൻസർ 5,214. എന്ത് ഡിഫറൻസ് ആണെന്ന് നോക്കിയേ. തന്റെ ആദ്യത്തെ ആൻസർ ശരിയാണോ? അല്ല. ഞാൻ ഒളിപ്പിച്ച് വെച്ച് കണക്കിലാണെങ്കിൽ ശരിയാണ്. തന്റെ ഒളിപ്പിച്ചത് ഇനി എന്റെ അടുത്ത് എടുക്കണം കേട്ടോ. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണം, അല്ല ചുമ്മാ നമ്പർ അടിക്കാൻ വേണ്ടി വലിയ ഡയലോഗ് പഠിച്ച് ഇങ്ങോട്ട് വരല്. രാവിലെ കെട്ടിക്കയറാൻ ഇത് തെറ്റിയിട്ട് വരാത്തല്ലോ. അമ്മ തെറ്റി തന്നില്ല. തനിക്കൊക്കെ എത്ര മുതുകൂല വളർന്നില്ല, ഇനി അമ്മ തെറ്റി തരണോ? തെറ്റുമ്പോ ഇങ്ങനെ അഴിഞ്ഞു പോകും ടീച്ചർ. അത് നല്ല അടി കിട്ടാത്തന്റെ കുറവാ. ഇനി മേലെ ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി എന്റെ ക്ലാസ്സിൽ ഈ മുടി ഇങ്ങനെ കിടക്കാൻ പാടില്ല കേട്ടോ. തെറ്റി ഇങ്ങനെ ഇടണം. ഇനി നാളത്തെ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചിട്ട് വരണം, മനസ്സിലായോ? താങ്ക് യു ടീച്ചർ. ഓ ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ലിങ്ക് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് ഒക്കെ തരാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ബന്ധപ്പെടാൻ. നമ്മൾ കസ്റ്റമൈസ്ഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബെസ്റ്റ് സ്ട്രിക്ട് ക്യാനിങ് പണിഷ്മെന്റ് വീഡിയോസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഇഡിയറ്റ് സിബ്ലിങ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടുന്നതാണ്. മറ്റുള്ള ചാനലായ ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ലോഗ്, ഇഡിയറ്റ് സിബ്ലിങ്സ് 6.0, ഇഡിയറ്റ് സിബ്ലിങ്സ് ഓൺലി, ടീച്ചർ സ്റ്റോറി, ജാൻ സ്റ്റൈലിംഗ് വിത്ത് ജാൻ, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും